ഓരോ ദൈവ പൈതലിൻ്റെയും ആവശ്യം കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. എഫേസ്യ ലേഖനം 6 അധ്യായം 10 സഭയുടെ ആരംഭ ചരിത്രം പഠിക്കുമ്പോൾ പ്രധാനമായി അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് സഭയിൽ അഗ്നിജാല പോലെ പിളർക്കപ്പെട്ട നാവുകൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവായി പതിഞ്ഞു. അതെ, അന്ന് ദൈവസന്നിധിയിൽ ശക്തി പ്രാപിച്ച എല്ലാവരും ഒരു അഗ്നിഗോളമായി മാറി. സഭ അനേകരിലേക്ക് സ്പ്രെഡ് ചെയ്യുവാനിടയായിത്തീർന്നു. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും ചുറ്റുപാടുകളിൽ നടക്കുവാൻ ഇടവന്നു. അവർ ബുദ്ധിയിലോ പണത്തിലോ താൽക്കാലികതയിലോ സ്ഥാനമോഹങ്ങളിലോ ഒന്നും വില കൊടുക്കുകയും ആശ്രയിക്കുകയും ചെയ്യാതെ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചു. അതെ, എഫേസ്യ ലേഖനം 6 അധ്യായം 10 അതുതന്നെയാണ് പറയുന്നത്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്നിൻ്റെ ആവശ്യം, സഭയുടെ ആവശ്യം, എൻ്റെ ആവശ്യം, നിങ്ങളുടെ ആവശ്യം കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. ഇന്ന് അനേകർ വിമർശകരായി ദൈവവചനത്തിൻ്റെ ശക്തിയെ കുറച്ച് കാണുന്നവരുണ്ട്. വിമർശിക്കപ്പെടുവാൻ വേണ്ടി, കാര്യലാഭത്തിന് വേണ്ടി ലോകമോഹങ്ങളിൽ അടിമപ്പെട്ട് എന്ത് കേട്ടാലും എന്തെങ്കിലും സമ്പാദിക്കണമെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. എന്നാൽ യഥാർത്ഥ സഭ, യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ ദൈവദാസൻ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുന്നവരായിരിക്കണം. എല്ലാ പ്രതികൂലങ്ങളും ഉയർന്നു വരുമ്പോഴും എല്ലാ കഷ്ടങ്ങളുടെയും നടുവിൽ കർത്താവിൻ്റെ ശക്തി പ്രാപിക്കുന്നവരായി നമുക്ക് തീരാം. അപ്പോസ്തല പ്രവൃത്തി 3 അധ്യായം 6 നമുക്ക് കാണുവാൻ കഴിയുന്നത്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അതെ, ദൈവഭക്തന്മാർ മുടന്തനായവനെ എഴുന്നേൽപ്പിക്കുവാൻ അവരുടെ കയ്യിൽ പ്രത്യേകാൽ ഒന്നുമില്ല. എന്നാൽ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുവാൻ പറയുന്ന ഒരു അധികാരം അവരുടെ മേലുണ്ടായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, നമ്മളെ നാളുകളായി തോൽപ്പിക്കുന്ന വിഷയങ്ങളുടെ മേൽ ജയിക്കുവാൻ ഒരു പ്രത്യേക അഭിഷേകം ആവശ്യമാണ്. ആ അഭിഷേകം നമുക്ക് നിലനിർത്തി മുൻപോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.